നമസ്കാരം ഗൈസ്, എന്തൊക്കെയാണ് വിശേഷം? ഇപ്പൊ അടുത്ത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെൻഡ് ട്രോൾ എന്ന് വെച്ചാൽ മുഖ്യമന്ത്രി ഇല്ലാത്തവനെ അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഇല്ലാത്തവളെ എന്നുള്ള ട്രോളാണ്. നമ്മൾ മലയാളികൾക്ക് ഒരു പ്രത്യേകതയുണ്ട്, എന്താണെന്നറിയോ? സ്വന്തം അച്ഛൻ ചത്താൽ പോലും അത് ട്രോളാക്കി മാറ്റി മറ്റുള്ളവരെ കാണിച്ച് അവരെ കൊണ്ട് എന്തൊക്കെയെങ്കിലും തള്ളക്കും തന്നൊക്കെ വിളിപ്പിക്കും അവരെ കൊണ്ട്. അതാണ് മലയാളികളുടെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ. ഇപ്പൊ കുറച്ച് ആൾക്കാർ ഇലക്ഷന്റെ പിന്നാലെയായിരുന്നു കുറെ കാലം മുമ്പ്. അത് കഴിഞ്ഞു ഇലക്ഷൻ ജയിച്ചപ്പോൾ റിസൾട്ടിന്റെ പിന്നാലെയായിരുന്നു. റിസൾട്ട് കഴിഞ്ഞപ്പോൾ ഇനിയിപ്പോ മുഖ്യമന്ത്രി ആരെയാക്കും അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആക്കിയില്ല എന്നുള്ള ട്രോളിന്റെ പിന്നാലെയാ കുറെ ആൾക്കാർ. അപ്പോഴും ഇവർ മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട്, ഇവരുടെ വരുമാനം അല്ലെങ്കിൽ ഇവരുടെ സ്വന്തം കുടുംബത്തിന്റെ കാര്യം. മറ്റുള്ള ഭാഷക്കാരെ എപ്പോഴും പുച്ഛിച്ചുകൊണ്ടിരിക്കുന്ന മലയാളികൾ മനസ്സിലാക്കേണ്ടത്, ഭായിമാരിന്ന് കേരളത്തിൽ വന്നിട്ട് ഒരു മാസം 60,000 70,000 രൂപ വരെ സമ്പാദിക്കുന്നുണ്ട്. ഞാൻ കളവായിട്ട് പറയുന്നില്ല, സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. പല ഇന്റർവ്യൂ ചാനലുകളും അല്ലെങ്കിൽ പല വ്ളോഗർമാരും അവരോട് ചോദിച്ച് മനസ്സിലാക്കി കണ്ടെത്തിയ കാര്യങ്ങളാണ് ഇതൊക്കെ. 60,000 70,000 50,000 രൂപ വരെ ഒരു ഭായിമാർ ഇവിടുന്ന് സമ്പാദിച്ച് അവരെ നാട്ടിലോട്ട് അയക്കുന്നുണ്ട്. നമ്മുടെ മലയാളികളുടെ വരുമാനം എവിടെയാണ്? വട്ടപൂജയാണ് മലയാളികളുടെ വരുമാനം. കാരണം മലയാളികൾക്ക് അറിയുന്ന കാര്യം എന്താണ്? തമ്മിൽ പാര വെക്കുക. ഇപ്പൊ ഇത് തന്നെ വലിയൊരു കാര്യമാണ്. മുഖ്യമന്ത്രി എന്ന് പറയുന്ന ഒരു സംഭവം അല്ലെങ്കിൽ മുഖ്യമന്ത്രിനെ തീരുമാനിക്കേണ്ടത് ഇവിടുത്തെ ഭരണഘടനയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവർക്കറിയാം ഏത് തരത്തിൽ ആരെ തീരുമാനിക്കണം അല്ലെങ്കിൽ ഏതാളെ മുഖ്യമന്ത്രി സ്ഥാനത്ത് ഇരുത്തിക്കണം എന്നൊക്കെ അവർക്കറിയാം. പക്ഷെ എന്നാലും ഇവിടെ സാധാരണ കടയിൽ, അതായത് ചായക്കടയിലും അവിടെയൊക്കെ ഇരിക്കുന്ന കുറെ ചേട്ടന്മാർക്ക് ഇപ്പോഴുള്ള അഭിപ്രായം എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി ആക്കിയില്ല എന്നുള്ള കാര്യമാണ്. യഥാർത്ഥത്തിൽ നിങ്ങൾ എന്തിനാണ് അതിനുവേണ്ടി നടക്കുന്നത്? നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുമോ ആ ഒരു കാര്യത്തിൽ? നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ കുടുംബത്തിനുള്ള വരുമാനമല്ലേ. മുഖ്യമന്ത്രി തീരുമാനിക്കലാണോ നിങ്ങളുടെ പരിപാടി? അതിനതിൻ്റെതായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇത്തരത്തിലുള്ള ആളെ കൊണ്ട് സത്യം പറഞ്ഞാൽ നമുക്ക് എവിടെയും പോയി ഇരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഒരു പാർക്കില് ഏതെങ്കിലും ബീച്ചിലോ പോയാൽ അവിടെ ഇത് തന്നെയായിരിക്കും സംസാരം. ഏതെങ്കിലും ഒരു ചായക്കടയിൽ പോയാൽ അവിടെയും കുറെ ആൾക്കാരുണ്ട് ഇതുപോലെ രാഷ്ട്രീയപരമായിട്ടുള്ള പല കാര്യങ്ങളും പരാമർശിച്ച് സംസാരിക്കുന്ന കേട്ടാൽ സത്യം പറഞ്ഞാൽ തോന്നും ഇവൻ പാർട്ടിയുടെ എന്തോ തലപ്പത്തിരിക്കുന്ന ആരോ ആണെന്ന്, കിരീടം വെച്ചിരിക്കുന്ന ആരോ ആണെന്ന്. പക്ഷെ ഒരു പുണ്ണാക്കുമല്ല ഇവനൊന്നും, ഒന്നുമല്ല, വെറും ഒരു സാധാരണക്കാരെ. അതായത് അന്നന്നത്തെ വരുമാനം ഇല്ലെങ്കിൽ അവന്റെ കുടുംബം പട്ടിണിയാകുന്ന രീതിയിലുള്ള ആൾക്കാർ. എന്നാലും പണിയും കളഞ്ഞ് ഇതുപോലുള്ള പല പരിപാടിക്കും പോകും. എടാ, മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനും ഒരാളെ ഭരിപ്പിക്കാനും ഒക്കെ ഇവിടുത്തെ ഭരണഘടനക്ക് അറിയാം. അതിന് നിന്റെ ഒന്നും ആവശ്യമില്ല അവർക്ക്. നീയൊക്കെ ആരാണ് ശരിക്ക് അത് തിരിച്ചറ. നീ ആരാണെന്നുള്ള കാര്യം ശരിക്കും തിരിച്ചറ. നിന്നെ പോലുള്ള ആൾക്കാർ വെറുതെ വട്ട് പിടിച്ച് നടന്ന് ഇപ്പം മലയാളികളാണ് എപ്പോഴും പുറം നാട്ടുകാരെ കുറ്റം പറയുന്നത്. മലയാളി സ്വയം വിചാരിച്ചു വെച്ചിരിക്കുന്നത് നമ്മൾ മലയാളികൾ എന്തോ വലിയ സംഭവമാണെന്ന്. ഞാൻ സത്യസന്ധമായിട്ട് പറയാം, ഇത്രയും വൃത്തികെട്ട ഒരു നാട് അല്ലെങ്കിൽ ഇത്രയും വൃത്തികെട്ട ഒരു നാട്ടുകാർ നമ്മൾ മലയാളികൾ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള എല്ലാ ആൾക്കാരും അവർ പരസ്പരം ഐക്യമുണ്ട്, അവരൊരുമിച്ച് വർക്ക് എടുക്കുന്നുണ്ട്, അവരിവിടെ വന്ന് നല്ല പൈസ സമ്പാദിക്കുന്നുണ്ട്, അവർ പോകുന്നുണ്ട്. മലയാളികൾ ഇപ്പം ഗൾഫിൽ വരെ പോയിട്ട് പ്രശ്നമാണ്. ഇപ്പൊ ഏറ്റവും അടുത്ത് പ്രവാസികൾ തമ്മിൽ അടികൂടിയ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഒരാളെ കൊന്ന വീഡിയോ വരെ. അപ്പൊ അതാ ഞാൻ പറയുന്നത്, നമ്മൾ മലയാളികൾ മോശത്തിൽ നിന്ന് മോശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഒരു ബന്ധവുമില്ലാത്ത കാര്യങ്ങളാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ നമ്മുടെ വർക്ക് നോക്കുക, നമ്മൾ മുമ്പോട്ട് പോകുക എന്നതിലുപരി രാഷ്ട്രീയവും പല കാര്യങ്ങളും പറഞ്ഞ് പണിക്കും പോവാതെ കുത്തിയിരുന്ന് പരസ്പരം അടിയാക്കുക, ഏതെങ്കിലും എതിർ പാർട്ടിക്കാരുമായിട്ട് തമ്മിൽ അടിയാക്കുക. അതായത് ഒരുമിച്ച് ഒരു പാത്രത്തിൽ ഉണ്ട് വളർന്ന ഫ്രണ്ട്സൊക്കെ ആയിരിക്കും, അവരാണ് ഈ പാർട്ടിയുടെയൊക്കെ പേരും പറഞ്ഞ് അടിയാവുന്നത്. വല്ല കാര്യമുണ്ടാ? ഇപ്പൊ തമിഴ്നാട്ടുകാരെയൊക്കെ വൃത്തിയില്ല എന്ന് പറയും, മറ്റുള്ള ഭാഷക്കാരെ ഹിന്ദിക്കാരെയോ മറ്റു കാരെയൊക്കെ വൃത്തിയില്ല എന്ന് പറയുന്ന നമ്മളെ മലയാളികളുടെ ദിവസ വരുമാനം കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. മലയാളികൾ ഇപ്പൊ ആർക്കും വേണ്ട. മലയാളി പെൺകുട്ടികളൊക്കെ ഇപ്പൊ ഭായിമാരുടെ കൂടിയും അണ്ണന്മാരുടെ കൂടിയും പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എന്തുകൊണ്ടാണ്? പൈസ തന്നെയാണ്. അവർക്ക് നല്ല വരുമാനമുണ്ട്. ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരെക്കാൾ മേലെ നിൽക്കുന്നവര്. കാരണം അവരുടെ സാലറി, ഞാൻ കളിയാക്കി പറയുന്നതല്ല, സത്യത്തിലുള്ള കാര്യമാണ്. കാരണം അവരുടെ സാലറി ഇപ്പൊ എവിടെയാണെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. ഇന്നിപ്പം ഭായിമാരും അതുപോലെ തന്നെ അണ്ണന്മാരൊന്നും ഇല്ലെങ്കിൽ കേരളത്തിലുള്ള പല കൺസ്ട്രക്ഷൻ വർക്കും അവിടെ റദ്ദാവും ഞാൻ പറയും. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഞാൻ പറയൂ, ഒരു കൺസ്ട്രക്ഷൻ വർക്കും കേരളത്തിൽ നടക്കാൻ പോകുന്നില്ല ഇന്ന് അവരില്ലെങ്കിൽ. കാരണം മലയാളികൾ ആരും തന്നെ പണിക്ക് പോകില്ല. ഇനി പണിക്ക് പോയാൽ തന്നെ എങ്ങനെയെങ്കിലും പാര വെച്ച് കൂടെയുള്ളവനെയും കൂടി പണിന്ന് തുരത്തും. പണ്ടൊക്കെ രാജ്യങ്ങൾ തമ്മിലായിരുന്നു ശത്രുത. ഇപ്പൊ അത് വന്ന് കുടുംബത്തിലായി. അനിയൻ ഏട്ടനെ കൊല്ലുന്നു, ഏട്ടൻ അനിയനെ കൊല്ലുന്നു, അച്ഛൻ മകനെ കൊല്ലുന്നു, മകൻ കുഞ്ഞമ്മയുടെ മോനെ കൊല്ലുന്നു. പരസ്പരം പാര വെച്ച് അടിച്ചടിച്ച് തീരുക. ഇതാണ് നമ്മുടെ മലയാളികളുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ. അപ്പൊ ഈ ഒരു ട്രോള് കണ്ടുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ വന്നത്. കാരണം എന്ന് വെച്ചാൽ മുഖ്യമന്ത്രി ഇല്ലാത്തവരെ എന്റെ പൊന്നോ, ഇന്ത്യയൊക്കെ കാര്യം. കേരളത്തിലായതുകൊണ്ട് നീയൊക്കെ രക്ഷപ്പെട്ടു എന്റെ പൊന്നു മോനെ. വേറെ വല്ല സ്ഥലത്തുവാണെങ്കിലേ മുട്ടം പണി കിട്ടിയിട്ടുണ്ടാവും. കാരണം എന്ന് പറഞ്ഞാൽ വീഡിയോ നിങ്ങൾ അതുപോലെ സംസാരിക്കുന്ന ഏതെങ്കിലും കാര്യം ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥന്റെയോ ഭരണഘടനന്റെയോ ഒരു ശ്രദ്ധയിൽ പെട്ടാൽ മതി ആ കാര്യം എന്ന് പറഞ്ഞാൽ. നിങ്ങൾക്ക് ആജീവനാന്തം ജയിലിൽ കിടക്കേണ്ട വകുപ്പുണ്ട്. അത് ഏത് തരത്തിലുള്ള ആൾക്കാരെ ആയാലും ശരി. എല്ലാ ഉദ്യോഗസ്ഥന്മാർക്കും അതിൻ്റെതായിട്ടുള്ള റെസ്പെക്ട് ഉണ്ട്. അതനുസരിച്ച് മാത്രം നിങ്ങൾ സംസാരിക്കുക.
സോഷ്യൽ മീഡിയ ഉണ്ടെന്ന് വിചാരിച്ച്, നാക്കിന് ലൈസൻസ് ഇല്ലാന്നും വിചാരിച്ച് എന്ത് കോമാളിത്തരം വിളിച്ചു പറഞ്ഞാലുണ്ടല്ലോ ഇരുമ്പഴിക്കുള്ളിലാവുന്നു നിങ്ങൾ മറക്കണ്ട കേട്ടോ. ഇനിയിപ്പോ രാഷ്ട്രീയ പശ്ചാത്തലമുള്ള ആരും ചീത്ത വിളിക്കാൻ വരണ്ട. ഞാൻ പറഞ്ഞത് കൃത്യമായിട്ടുള്ള കാര്യമാണ്. ഏത് രാഷ്ട്രീയ പാർട്ടി ആയാലും ഞാൻ പറഞ്ഞത് കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതായത് ഏത് രാഷ്ട്രീയ പാർട്ടി ആയാലും ശരി, നിങ്ങളുടെ വരുമാനം നിങ്ങളുടെ കയ്യിൽ തന്നെയാണ്, നിങ്ങളുടെ പണിയിലെ തന്നെയാണ്, നിങ്ങൾ പണിയെടുത്ത് തന്നെ ഉണ്ടാക്കണം. അതൊരു രാഷ്ട്രീയ പാർട്ടി നിങ്ങൾക്ക് ഉണ്ടാക്കി തരാൻ പോകുന്നില്ല. അപ്പൊ ശരി, അപ്പൊ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? പുതിയ മുഖ്യമന്ത്രി സെലക്ട് ആയിട്ടുണ്ട്, ഇനിയിപ്പം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ജനങ്ങൾക്ക് എന്താണ് അഭിപ്രായം പറയാനുള്ളത്? നമ്മുടെ കമന്റ് ബോക്സ് ഇവിടെ മലക്കെ തുറന്നിട്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ അഭിപ്രായം നമ്മളുമായിട്ട് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഭായിമാരെ കുറ്റം പറഞ്ഞ് നടക്കാണ്ട് പോയി വല്ല പണി കൊടുക്കണം. മുത്തേ, പൈസ ഉണ്ടാക്ക്, പോ. പൈസ ഉണ്ടെങ്കിലേ വിലയുള്ളൂ, അല്ലെങ്കിൽ ഒന്നുമില്ല, പെണ്ണുമില്ല, മണ്ണും ഉണ്ടാവില്ല. മണ്ണും ചാരി എന്ന ഭായിമാര് കേരളത്തിൽ വന്ന് നല്ല പെണ്ണിനെ കൊണ്ടുപോകുമ്പോ നീയൊക്കെ നോക്കി നിൽക്കേണ്ടി വരും. ചെല്ല് പണിക്ക് പോ.